അങ്ങനെ ഭാരതി അനൂപിന്റെ ഒരു റൂമിലേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അനൂപിനെ കാണാനില്ല. ഭാരതി ഉറപ്പിക്കുകയാണ് അവൻ നാരായണിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെന്ന്. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അച്ഛനെയാണ് കാണുന്നത്. അച്ഛൻ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നു. ഉറക്കം വന്നില്ല. ഞാൻ അറിഞ്ഞു നാരായണി എന്തിനാ ഹരിതമോളുടെ കഴുത്തിൽ കയറി പിടിച്ചത് എന്ന്. നാരായണി മോളല്ല, അവളുടെ ദേഹത്ത് കയറിയ ബാധയാണത്. ഇത് കേട്ട് ഭാരതി പറയുന്നുണ്ട്, അവൾ ഹരിതമോളോട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകണം എന്ന് പറയുകയും ചെയ്തു എന്ന് കേട്ടു. ഇതിൽ ഒരു ചുറ്റിക്കളിയുണ്ട്. എനിക്ക് സംശയവുമുണ്ട് എന്ന് പറയുന്നുണ്ട് ഭാരതി. സംശയമുണ്ടെങ്കിൽ എന്തിനാ കൊച്ചിനെയും രഞ്ജനെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? പോയി ചോദിക്കാമായിരുന്നില്ലേ? അപ്പോൾ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയാമായിരുന്നോ? ഇതുകൂടി കേൾക്കുമ്പോൾ ഭാരതി ഉറപ്പിക്കുകയാണ് അനൂപ് എവിടേക്കോ പോയിട്ടുണ്ട് എന്ന്. അനൂപ് ഔട്ട് ഹൗസിലുണ്ടാകുമോ? ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? എനിക്ക് ഇപ്പോൾ ചില സംശയങ്ങളുണ്ട്. അവൾ ഹരിതയോട് ഇറങ്ങിപ്പോകാനൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ എനിക്ക് വല്ലാത്ത പേടിയൊക്കെ തോന്നുന്നുണ്ട്. പറയൂ. മുത്തച്ഛൻ പറയുകയാണ്, പേടിക്കേണ്ടി വരും. കാരണം നിങ്ങളൊക്കെ ചേർന്ന് അവളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നോക്കുന്നത്. അച്ഛൻ ആരുടെ കൂടെയാ നിൽക്കുന്നത്? അനൂപിനോട് സംസാരിക്കുമ്പോൾ അനൂപിൻ്റെ കൂടെ നിൽക്കുന്നു, എന്നോട് സംസാരിക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നു. എന്തായാലും ഞാനൊന്ന് അവിടം വരെ ചെല്ലട്ടെ. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ എന്തോ ആലോചിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് ഭാരതി നേരെ പോകുന്നത് നാരായണിയുടെ അടുത്തേക്കാണ്. ഈ സമയം നാരായണിയാണെങ്കിൽ അനൂപിനോട് 1000 മാപ്പ് ചോദിക്കുകയാണ്. നല്ലൊരു സന്തോഷകരമായ നിമിഷമാണ് ഞാൻ കുളമാക്കിയത്. ആ മുഹൂർത്തം കളഞ്ഞു കുളിച്ചു എന്ന് ചോദിക്കുമ്പോൾ, സാരമില്ല, അടുത്ത മുഹൂർത്തം നോക്കി നമുക്ക് ആഘോഷിക്കാം. സംഭവിച്ചതെല്ലാം നല്ലതാണെന്ന് കരുതിയാൽ മതി. നീ അവിടേക്ക് ചെല്ലാനും ഹരിത വരാനുമൊക്കെ ഒരു ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആയിരുന്നല്ലോ. നാരായണി അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് സംഭവിച്ചതാകാം. ഹരിത എഴുന്നേൽക്കുമ്പോൾ നേരെ പോകുന്നത് എൻ്റെ റൂമിലേക്കായിരിക്കും. അവിടെ ഞാൻ ഇല്ലെന്ന് അറിയുമ്പോൾ അമ്മയുടെ അടുത്ത് പോയിട്ട് കാര്യം പറയും. അങ്ങനെ ഹരിതയും അമ്മയും കൂടി ഇവിടെ വന്ന് എന്നെ അന്വേഷിച്ചാകെ കുളമാകും. അപ്പോൾ പിന്നെ സംഭവം ചോദിച്ചതൊക്കെ നടന്നതൊക്കെ നല്ലതിനാണ് എന്ന് വേണം കരുതാൻ. നാരായണി പറയുന്നുണ്ട്, അനുപേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ദിവസമല്ലേ, പക്ഷേ അത് ഇത് കേട്ട് അനു പറയുകയാണ്, നിന്റെ അപ്പോഴത്തെ റിയാക്ഷൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചുപോയി. നിന്റെ മുഖം അക്ഷരാർത്ഥത്തിൽ പേടിപ്പിക്കുന്നതായിരുന്നു. പക്ഷേ സാരമില്ല, ഇതുപോലെ പല സിറ്റുവേഷനിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടി വരും. ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന കുട്ടിയാണല്ലോ. അതുപോലെ തന്നെ രാത്രി ഇറങ്ങിപ്പോകുന്ന നിന്നെ ഒരുപാട് തവണ ഞാൻ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ എപ്പോഴും ഞാൻ ചേർത്ത് പിടിക്കും. നിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായി അറിയാം എന്ന് പറയുമ്പോൾ, എൻ്റെ എല്ലാം അറിഞ്ഞിട്ടും അനൂപേട്ടൻ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നില്ലേ? ആ അനൂപേട്ടനോട് നന്ദി പറയുന്നത് ഒരിക്കലും ഒരു കുറച്ചിലായി പോവില്ല എന്നൊക്കെ നാരായണി പറയുകയാണ്. എന്നോട് മാപ്പാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നല്ല പേടിയുണ്ട്. ഭാവി ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ പേടിയാവുകയാണ്. പേടിക്കാതിരിക്കെ എല്ലാം ശരിയാകും. അങ്ങനെ ഭാരതി അവിടേക്ക് വരുന്നുണ്ട്. നാരായണി നാരായണി എന്ന് വിളിക്കുമ്പോൾ അയ്യോ അമ്മ എന്നിങ്ങനെ നാരായണി പറയുകയാണ്. അനൂപാണെങ്കിൽ പേടിച്ചു പോകുന്നുണ്ട്. നീ ചെന്ന് വാതിൽ തുറക്ക്. അപ്പോൾ അനൂപേട്ടനോ, നീ ചെന്ന് വേഗം വാതിൽ തുറക്ക്, അല്ലെങ്കിൽ അമ്മ സംശയിക്കും. അങ്ങനെ അനൂപാണെങ്കിൽ നാരായണിയെ അങ്ങോട്ട് വിടുന്നുണ്ട്. എന്നിട്ട് അലമാരയ്ക്ക് ഇടയിൽ ഒളിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഭാരതി വരുമ്പോൾ, എന്താ അമ്മേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭാരതി വേഗം മാറ്, നാരായണിയെ തട്ടി മാറ്റി അകത്തേക്ക് പോവുകയാണ്. രഞ്ജനല്ലേടി ഇവിടെ എന്ന് നാരായണിയോട് ചോദിക്കുകയാണ്. എന്താ കട്ടിലൊക്കെ? മുല്ലപ്പൂ, അത് പിന്നെ രഞ്ജേട്ടൻ വിതറി വെച്ചതാണ്. എന്നിട്ട് അവൻ എവിടെ പോയി? ഫോൺ വിളിച്ചപ്പോൾ ഫോൺ എടുത്ത് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ഭാര്യയും ഭർത്താവിനെ വിടേണ്ടതല്ലല്ലോ, എന്നിട്ട് നീ വിട്ടു? നീ എന്ത് പെണ്ണാടി, എന്തൊരു ഭാര്യയാണ് നീയൊക്കെ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അത്യാവശ്യമായതുകൊണ്ട് വിട്ടതാണ്. എന്തായാലും ഭാരതി പറയുന്നുണ്ട്, ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന്. അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? അല്ല, നിന്റെ മനസ്സിൽ ഇപ്പോഴും അനൂപുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവനെ അവിടെ കാണാനില്ല. അങ്ങനെയാണ് ഇവിടേക്ക് ഞാൻ വന്നത്. ഇത് കേട്ട് ഞെട്ടിപ്പോവുകയാണ് നാരായണി. അമ്മ, അല്ല, നീ എന്തിനാ ഹരിതയുടെ കഴുത്തിൽ കയറി പിടിച്ചത്? അത് ഞാനൊന്നും അറിഞ്ഞിട്ടല്ല. ഞാൻ അവളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നുമില്ല. നിന്റെ മനസ്സിൽ ഇപ്പോഴും അനൂപുണ്ട് എന്ന് തന്നെയല്ലേ ഞാനും ഇപ്പോഴും
അപ്പോഴും പറയുന്നത് സത്യം പറ, എന്താണ് ഉണ്ടായത്? നാരായണി ആവർത്തിച്ചു പറയുകയാണ്, എനിക്ക് അറിയില്ല. ശരി, എങ്കിലേ വാതിലടച്ച് കിടന്നോളൂ, ഞാനൊന്ന് രഞ്ജന കാണട്ടെ എന്ന് പറഞ്ഞ് ഭാരതി പുറത്തേക്ക് പോകുന്നു. അങ്ങനെ നാരായണി വാതിലടച്ച് അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയം ഭാരതിയാണെങ്കിൽ ചുറ്റുപാടും നോക്കുകയാണ്. അങ്ങനെ അനൂപ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി അടുക്കള വഴി ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. അടുക്കള ഭാഗത്ത് ഒരു വിധത്തിൽ എത്തിയപ്പോഴാണ് ഭാരതിയുടെ നിൽപ്പ് കാണുന്നത്. ഇതോടെ കണ്ണു വെട്ടിച്ച് അനൂപ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് മുത്തശ്ശന്റെ മുൻപിലേക്ക്. എടാ മോനെ, എവിടേക്കാ പോയിട്ട് വരുന്നേ? അത് അത് പിന്നെ മുത്തശ്ശ, ഞാനൊന്ന് പുറത്തേക്ക് പോയി. നീ നാരായണിയുടെ അടുത്തേക്കല്ലടാ പോയത്? അല്ല മുത്തശ്ശ, ഞാൻ എന്തിനാ അവളുടെ അടുത്തേക്ക് പോകുന്ന? മോനെ, സത്യം പറഞ്ഞിരുന്ന നാവാണ് നിന്റേത്. പക്ഷേ കള്ളങ്ങൾ മാത്രമേ ഇപ്പോൾ എൻ്റെ കൊച്ചുമകൻ പറയുന്നുള്ളൂ. ഈ മുത്തശ്ശനോട് വേണോടാ നിന്റെ കള്ളത്തരം? നോക്കണ്ട കേട്ടോ, ഇന്ന് മാംഗല്യസൂത്രം കെട്ടിക്കൊടുത്ത ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ രാത്രി നീ നാരായണി മോളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് എങ്കിൽ അത് തെറ്റൊന്നുമില്ല എന്നിങ്ങനെ അനൂപിനോട് മുത്തശ്ശൻ പറയുമ്പോൾ അവൻ ചിരിക്കുകയാണ്. കൊച്ചുകള്ളൻ, എല്ലാം മനസ്സിലാക്കി കളഞ്ഞല്ലേ? നിന്റെ അമ്മ ഭാരതി നിന്നെ തിരക്കിയ പോയിട്ടുണ്ട്. ഞാൻ ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരികയാണ് മുത്തശ്ശ. സൂക്ഷിച്ചു വേണം കാര്യങ്ങളൊക്കെ. ഓക്കെ മുത്തശ്ശ, അമ്മ സത്യങ്ങൾ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല. പക്ഷേ ഒരുപക്ഷെ സത്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ ഇവിടെ ഒരു പൊട്ടിത്തെറി തന്നെ നടക്കും. ആ നിമിഷം ഓർക്കുമ്പോൾ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നുണ്ട്. അമ്മയുടെ ഈ സിറ്റുവേഷനൊക്കെ. അത് പിന്നെ മനസമാധാനം കൊടുക്കാത്ത മക്കളാണല്ലോ കൂടെയുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അമ്മമാർക്ക് ഉറക്കമുണ്ടാവില്ല, വേവലാതി തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അതിന് ഞാൻ വഴിതെറ്റിപ്പോയിട്ടൊന്നുമില്ല. ഇല്ലല്ലോ. എടാ മോനെ, നീ നാരായണി മോളെ കല്യാണം കഴിച്ചത് നല്ലതിനു വേണ്ടി തന്നെയാണ്. നല്ല തീരുമാനം. പക്ഷെ അവളുടെ കണ്ണിൽ നീ വഴിതെറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ മക്കൾ വഴിതെറ്റിയാൽ അമ്മമാരുടെ ഉറക്കം പോകും. അല്ല, മുത്തശ്ശൻ എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കുന്ന ആളാണല്ലോ. ഇത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ആടാ മോനെ, നീ നാരായണിയെ വിവാഹം കഴിച്ച കാര്യങ്ങളൊക്കെ ഞാൻ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു. പക്ഷേ നിന്നോട് പറഞ്ഞില്ലെന്ന് മാത്രം. എൻ്റെ മനസ്സിൽ എല്ലാം ഞാൻ വിചാരിക്കും, കവടി നിരുത്തും, അത് തീർച്ചപ്പെടുത്തും. അപ്പോൾ മുത്തശ്ശ, അങ്ങനെയാകുമ്പോൾ ഞങ്ങളുടെ ക്ലൈമാക്സ് എന്തായിരിക്കും? അത് ചോദിക്കുകയാണ്. എടാ, കഥയ്ക്ക് മുന്നേ ക്ലൈമാക്സ് പറഞ്ഞാൽ അത് ത്രില്ലടിപ്പിക്കുന്ന കാര്യമല്ലല്ലോ. ആളുകൾ ഉണ്ടാവില്ല കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കൊച്ചുമോൻ ഇപ്പോൾ ചെന്ന് കിടക്ക്. ഭാരതിയുടെ കണ്ണിൽ പെടാതെ വേഗം ഓടിക്കോ. അങ്ങനെ വേഗം തന്നെ അനൂപ് മുകളിലേക്ക് ഓടി കയറി പോവുകയാണ്. അങ്ങനെ ഭാരതി വരുന്നുണ്ട്. അച്ഛാ, അനൂപിനെ എങ്ങനും കണ്ടോ? അവനെങ്ങാനും ഇങ്ങോട്ട് വന്നിരുന്നോ? ഇല്ലല്ലോ, ഞാൻ കണ്ടില്ല. അവിടെ എങ്ങാനും അനൂപ് ഉണ്ടായിരുന്നോ എന്ന് മുത്തശ്ശൻ അറിയാത്തതുപോലെ ചോദിക്കുമ്പോൾ അവിടെയൊന്നുമില്ല. എന്തായാലും അവൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് അച്ഛാ. അച്ഛന് മക്കളോട് ഒത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ അവളുടെ ആ ശല്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചു തന്നൂടെ? ബാധയും മറ്റുമൊക്കെ പിടിച്ച് അവളിങ്ങനെ രാത്രി നടക്കുന്നു. മാത്രമല്ല, അനൂപിനെ അവൾ മനസ്സിൽ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്. ഇത് കേട്ട് മുത്തശ്ശൻ പറയുകയാണ്, അതെ, അല്ലെങ്കിൽ എൻ്റെ പിതൃക്കൾ എന്നെയും എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ഭാരതി ചോദിക്കുന്നുണ്ട്, എന്തിനാണ്? അത് പിന്നെ ആ ബാലഗോപാൽ എൻ്റെ മോന് ഞാനൊരു ജന്മം കൊടുത്തല്ലോ. അത് കൊടുത്തതിൽ പിന്നെ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ട് ഭാരതി പറയുകയാണ്, അച്ഛൻ്റെ മോനല്ലേ ബാലൻ? ഓ, എൻ്റെ മോനൊക്കെ തന്നെയാണ് മറ്റൊരു മാരണം. എല്ലാം കവിടി നിരത്തി ഞാൻ മുന്നിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൺമുന്നിൽ തെളിഞ്ഞ കാഴ്ചകൾ, അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ. അത് കണ്ടു തീർന്നപ്പോൾ തന്നെ ബാലഗോപാലിനെ ഒറ്റയടിക്ക് കൊല്ലാൻ എനിക്ക് തോന്നിയതാണ്. അച്ഛാ, അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? എന്തിനാ ബാലനെ കൊല്ലുന്നത്? എടി, അത്തരത്തിലുള്ള പാപങ്ങളാണ് ഒരു സ്ത്രീയോട് അവൻ ചെയ്യാൻ പാടില്ലാത്തതാണ് കാണിച്ചിട്ടുള്ളത്. ആ സ്ത്രീയുടെ ശാപം ഒരിക്കലും വെറുതെ വിടില്ല, കിടന്ന് നിരങ്ങും.
എല്ലാം അവർക്ക് പല അസുഖങ്ങളും വരും എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട് ഭാരതി പറയുകയാണ്, അച്ഛന് സ്വന്തം മക്കളുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള യാതൊരു കഴിവുമില്ല എന്നൊക്കെ. എന്തായാലും അവിടെ നിന്ന് ഭാരതി ദേഷ്യത്തിൽ പോകുന്നുണ്ട്. നേരെ പോകുന്നത് അനൂപിന്റെ റൂമിലേക്കാണ്. അങ്ങനെ അനൂപ് അവിടെ പുതച്ചുമൂടി ഉറക്കമൊക്കെ നടിച്ചിങ്ങനെ കിടക്കുകയാണ്. അനൂപെ, എടാ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഭാരതി വിളിക്കുമ്പോൾ അനൂപാണെങ്കിൽ അനക്കമില്ലാതെ അഭിനയിച്ചു കിടക്കുകയാണ്. ആ സമയം ഭാരതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നല്ല ഉറക്കമുള്ളവനെ പെട്ടെന്ന് വിളിച്ചുണർത്താം, പക്ഷേ ഉറക്കം നടിച്ചു കിടക്കുന്നവനെ വിളിച്ചുണർത്താൻ പാടാണ്. ഭാരതി ചിന്തിക്കുകയാണ്. അങ്ങനെ തല്ലി തല്ലി അനൂപിനെ എഴുന്നേൽപ്പിക്കുകയാണ് നമ്മുടെ ഭാരതി. പെട്ടെന്ന് എഴുന്നേറ്റതിന് ശേഷം, അമ്മേ എന്താ പ്രശ്നം? കുറച്ച് നേരത്തെ ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ നീ ഉണ്ടായിരുന്നില്ലല്ലോ. അത് പിന്നെ ഞാൻ ബാത്റൂമിലേക്ക് പോയിരുന്നു. ബാത്റൂമിൽ പോയി വരുമ്പോഴേക്കും ഇങ്ങനെ ഗാഠനിദ്രയിലേക്ക് നീ പ്രവേശിച്ചോ? ആ അമ്മേ, ബാത്റൂമിൽ ചെന്ന് തിരികെ വന്നതിന് ശേഷമുള്ളതൊന്നും ഓർമ്മയില്ല. അത്രേ ക്ഷീണമുണ്ട്. കള്ളത്തരങ്ങളൊന്നും ഞാൻ അറിയില്ലെന്ന് കരുതണ്ട. നീ ഔട്ട് ഹൗസിലേക്ക് പോയിരുന്നു അല്ലേ? രഞ്ജൻ ഇല്ലാത്തപ്പോൾ പലപ്പോഴായി നീ അവിടേക്ക് പോകുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. അമ്മ ഇടയ്ക്കിടെ ചുറ്റി കറങ്ങി നടക്കുന്നതുകൊണ്ടാണ്. എന്തായാലും ആ സമയം ഒക്കെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇത് കേട്ട് അനൂപ് പറയുന്നു, എൻ്റെ പൊന്നമ്മേ, അവൾ കല്യാണം കഴിഞ്ഞ പെണ്ണല്ലേ. ഒരിക്കലും അവൾ എന്നെ ആ രീതിയിൽ കാണില്ല. ആ വിശ്വാസം പോരെ അമ്മയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ, ആ ശരി, വലിയ വിശ്വാസമൊന്നുമില്ല, എന്നാലും ശരി എന്ന് പറഞ്ഞ് ഭാരതി സംശയങ്ങൾ മറച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ രാവിലെ ബാലഗോപാലൻ പുറത്തേക്ക് വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം ഭാരതിയും വരുന്നുണ്ട്. ബാല, നീ എന്താടാ ചിന്തിക്കുന്നേ? ഏയ് ഒന്നുമില്ല. എങ്ങനെയാ ഇപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് രക്ഷ ഉണ്ടാവുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പിന്നെ അവളും അവനും ശാരീരികമായിട്ട് ഒന്നിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കച്ചിത്തുരുമ്പ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും അവരെ വേർപിരിക്കാം എന്നൊക്കെ പറയുമ്പോൾ ബാലഗോപാൽ ആണെങ്കിൽ ആകെ വല്ലാത്തൊരു ടെൻഷനിലാണ് ഇരിക്കുന്നത്. പിന്നീട് ബാലഗോപാൽ പറയുന്നുണ്ട്, അല്ല, അവർ തമ്മിൽ ഒന്നിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നിനക്ക് ഉറപ്പുണ്ടോ ഭാരതി എന്ന് ചോദിക്കുമ്പോൾ, ആടാ, ഏകദേശമൊക്കെ ഉറപ്പുണ്ട്. പിന്നെ അവൻ കെട്ടിക്കൊടുത്ത താലി മാത്രമാണ് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതിനു മുകളിൽ മാംഗല്യസൂത്രവും. എന്തായാലും മാംഗല്യസൂത്രം ഇടാനായിട്ട് ഉപദേശിച്ച സന്യാസിയെ ഒന്ന് പോയി കാണണം. എന്നിട്ട് എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്ന് അറിയണം. ബാലഗോപാൽ ചിന്തിക്കുന്നുണ്ട്. അവർ എപ്പോഴാണ് ഈ കല്യാണം കഴിച്ചത്? എന്തായാലും നാഥൻ സാറിൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് മുൻപായി തന്നെ അവർ വിവാഹിതരാണ്. അപ്പോൾ അതിനർത്ഥം എനിക്ക് ആരോഗ്യമുള്ളപ്പോൾ തന്നെ അനൂപും നാരായണിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിരുന്നു എന്നാണ്. ഇത് പറയുമ്പോൾ ബാലഗോപാലിനോട് ഇനി തനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഭാരതി പറയുകയാണ്. ബാലഗോപാൽ തപ്പുന്നുണ്ട്. പിന്നീട് ബാലഗോപാൽ പറയുന്നുണ്ട്, എന്തായാലും അവൾ പുറത്തേക്ക് ഇറങ്ങുമല്ലോ, അപ്പോൾ പിന്നെ എൻ്റെ പയ്യന്മാരൊക്കെ ആവശ്യത്തിനുണ്ടാകും. ആ, അതാണ് ഒരു ആശ്വാസം. എങ്കിലും രാത്രി അവൾ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ അവൾ ജീവനോടെ വരില്ല എന്ന് ബാലനോട് പറയുമ്പോൾ, അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ, അവളുടെ ശരീരത്തിലെ ബാധ നമുക്കൊരു പ്രശ്നമാണ്. അങ്ങനെയാണ് എങ്കിൽ അവരുടെ കാര്യം മാത്രമേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത അവസ്ഥ. ഇത് ഇങ്ങനെ അവർ പരസ്പരം സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.